ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ ബികോം BBAയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേണ്ട ആർട്ടിക്കിളാണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയലുണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ എന്താ ഉണ്ടാവും, ഈസിലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത ചില ഐറ്റംസ്. ഇപ്പോൾ ഗ്ലൂ, ഓയിൽ. ഇപ്പോൾ നമുക്കൊരു ബെഞ്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബെഞ്ചിൻ്റെ വുഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഈ വുഡെല്ലാം നമ്മൾ കണക്ട് ചെയ്യാൻ കുറേ സ്ക്രൂസ് ഒക്കെ ഉപയോഗിക്കില്ലേ, അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ വാങ്ങലും അതുപോലെ സോർട്ട് ചെയ്യുന്നതും അതൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ പർച്ചേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, കൺസംഷൻ ചെയ്യുക, അങ്ങനെ വരുന്ന സിസ്റ്റമാറ്റിക് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഏത് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓവർ സ്റ്റോക്കിംഗ്, അതായത് കുറവ് സ്റ്റോക്ക് അധികം കുറയാനും പാടില്ല, അതുപോലെ അധികം കൂടാനും പാടില്ല. അപ്പോൾ നമുക്ക് അത് 2 പോയിൻ്റായിട്ട് പറയാം. ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് അണ്ടർ സ്റ്റോക്കിങ്ങും ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് ഓവർ സ്റ്റോക്കിങ്ങും. അതുപോലെ വേസ്റ്റേജ് ആൻഡ് ലോസസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മിനിമൈസ് ടോട്ടൽ കോസ്റ്റ് പറയാം. അതുപോലെ തന്നെ പ്രോപ്പർ ഡേറ്റ്, അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡുകൾ പ്രോപ്പർ ആക്കാനായിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്, റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോപ്പർ കോർഡിനേഷൻ, പ്രോപ്പർ കോപ്പറേഷൻ, പർച്ചേസ് ഷുഡ് ബി മെയ്ഡ് ബൈ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്, സ്റ്റാൻഡേർഡ് ഫോംസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓർഡേഴ്സ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ബൈ എ ബയ്യർ സെൻഡ് ടു എ സപ്ലയർ ഓർ വെൻഡർ ടു ഓതറൈസ് ബൈ പർച്ചേസ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ നമ്മൾ സപ്ലയറിന് ഒരു എന്ത് കൊടുക്കും, ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കും. നമുക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം എഴുതി കൊടുക്കും. അതിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുക. ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഓൾ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ വൺ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുക. ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് പർച്ചേസ് കുറയ്ക്കാൻ പറ്റും, യൂണിഫോം ക്വാളിറ്റിയിൽ മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റും, ബൾക്ക് പർച്ചേസുകൾക്ക് നമുക്കത് വളരെ പ്രാധാന്യമാണ്, എഫക്റ്റീവ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, അതുപോലെ ലെസ് ക്ലറിക്കൽ വർക്കുകൾ അധികം വരുന്നില്ല. ഇതൊക്കെ അതിന് അഡ്വാൻറ്റേജാണ്. ഡിസഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് മേ കോസ് ഡിലേ ഇൻ ഗെറ്റിംഗ് മെറ്റീരിയൽസ് കിട്ടാനായിട്ട് നമുക്ക് ഡിലേ വരാം. അതുപോലെ പ്ലാന്റുകൾക്ക് അത്ര സ്യൂട്ടബിൾ അല്ല, കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും, റോങ് പർച്ചേസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ വെൻ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ്ലി. അതായത് ഒരു സ്ഥാപനത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ അതല്ല, നമുക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവർ തന്നെ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആണ് കേട്ടോ. ഇനി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു, പോളിസീസും പ്രൊസീജിയറുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുക, മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് സപ്ലൈ ചൂസ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ റൈറ്റ് ക്വാളിറ്റിയിലുള്ള കറക്റ്റായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ വെരിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ചോദിച്ചാൽ സെയിം തന്നെ പറയാം. ഇനി ബേസിക് സ്റ്റെപ്സ് ഇൻ പർച്ചേസിങ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം പർച്ചേസ് റിക്വസിഷൻ നമ്മൾ എടുക്കണം, റിസീവ് ചെയ്യണം അല്ലേ. അതായത് നമുക്ക് എത്രത്തോളം സാധനങ്ങൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് റിക്വസിഷൻ റിസീവ് ചെയ്യണം. ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. അതായത് ആരാണ് നമുക്ക് ഇന്ന സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക, അപ്പോൾ അവരുടെ കൊട്ടേഷൻ എടുക്കുക. എന്നിട്ട് കൊട്ടേഷൻ ഇപ്പോൾ കുറേ പേര് കൊട്ടേഷൻ കൊണ്ട് തരില്ലേ, അപ്പോൾ അതിൽ ഏറ്റവും നല്ല സപ്ലയർ ആരാണെങ്കിൽ നമ്മൾ അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിയിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യുക. അതായത് തന്നിട്ടുള്ളത് കറക്റ്റ് ആണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ചെക്കിങ് ദ ഇൻവോയ്സ് ചെയ്യുക. ഇൻവോയ്സ് അതായത് അവർ തന്നിട്ടുള്ള ബില്ലുകളൊക്കെ ചെക്ക് ചെയ്യുക. ബില്ലിൽ പറഞ്ഞ എല്ലാ മെറ്റീരിയൽസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് നടത്തുക. ഇതാണ് പർച്ചേസിങ് മെറ്റീരിയൽസിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി സ്റ്റോഴ്സ് കൺട്രോൾ 2 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ് സ്റ്റോഴ്സ് കൺട്രോൾ. ഇറ്റ് മീൻസ് ദ കൺട്രോൾ ഓവർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിച്ച് വെക്കില്ലേ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറയുക. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം
ടു റെഡ്യൂസ് ദ മെറ്റീരിയൽ കോസ്റ്റ് ആണ് കേട്ടോ. മെറ്റീരിയൽ ഉണ്ടാകുന്ന ചിലവുകളെ കുറയ്ക്കാനാണ് നമ്മൾ സ്റ്റോഴ്സ് കൺട്രോൾ ഉപയോഗിക്കുക. ഇനി ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറിൻ്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഒരു സ്റ്റോർ കീപ്പറിൻ്റെ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഒരു സ്റ്റോർ കീപ്പർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുക, പർച്ചേസ് ഓർഡർ കൊടുക്കുക, മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, പ്രോപ്പർ പ്ലേസിലാണോ മെറ്റീരിയൽസ് സൂക്ഷിച്ച് വെക്കുക, അതുപോലെ തന്നെ കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെറ്റീരിയൽ സൂക്ഷിക്കുക, അതുപോലെ ഓരോ പീരിയോഡിക്കൽ ഇൻ്റർവെൽസിലും സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക, ഓരോ ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തെഫ്റ്റ് ഡാമേജൊക്കെ, മോഷണോ ഡാമേജൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടീസ്. ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ഉണ്ട്, സെൻട്രലൈസ്ഡ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഉണ്ട്, സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് ഉണ്ട്. ഇനി എന്താണ് ഇൻവെൻട്രി? ഇൻവെൻട്രി എന്ന് പറയുന്ന മെറ്റീരിയലിനാണ് ഇൻവെൻട്രി എന്ന് പറയുക. ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസിനോ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ is a system of records maintained by the controlling departments which reflect the physical movement of stock and their current balance. അതായത് ഗോഡൗണിൽ നിന്നും കറൻ്റ്ലി അല്ലെങ്കിൽ ഫിസിക്കലി എത്ര മെറ്റീരിയൽസ് ആണോ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന റെക്കോർഡ്, ഒരു സിസ്റ്റം ഓഫ് റെക്കോർഡാണ് പെർപെച്വലി ഇൻവെൻട്രി സിസ്റ്റം. ചോദിക്കാറുണ്ട് 5 മാർക്കിന് കേട്ടോ. പെർപെച്വലി ഇൻവെൻട്രി സിസ്റ്റം അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കറക്റ്റായിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വിക്കായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവ് മതി. പർച്ചേസ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ആഡിക്വസി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ തെഫ്റ്റുകളൊക്കെ അല്ലേ, അതായത് മോഷണമൊക്കെ വരികയാണെങ്കിൽ, ലീക്കേജൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഇനി BOM എന്നാണ് ചോദിച്ചാൽ ബിൽ ഓഫ് മെറ്റീരിയലിനെയാണ് BOM എന്ന് പറയുക. ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ യൂസ്ഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വേണ്ട വിവരങ്ങളില്ലേ, അത് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോഴ്സാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഈ മെറ്റീരിയൽ റിക്വസിഷൻ ഉണ്ട്, മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നോട്ട് ഉണ്ട്, പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് ഉണ്ട്, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. അതിൽ കണ്ടിന്യൂസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. കണ്ടിന്യൂസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടക്റ്റഡ് ഓൺ റെഗുലർ ബേസിസ് അല്ലേ. റെഗുലറായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് ടേക്കിംഗ് എന്ന് പറയുക. തുടർച്ചയായിട്ട് നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ആ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ആവും. അതുപോലെ അൺനെസസറി ആവശ്യമില്ലാത്ത വേസ്റ്റേജ് ലോസസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, തടയാനായിട്ട് പറ്റും. സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ആവും. ഷട്ട് ഡൗൺ ഓപ്പറേഷൻസിന് ഇത് ആവശ്യമല്ല. അതുപോലെ തന്നെ ഡിലേ, പ്രൊഡക്ഷൻ ഡെലിവറിയൊക്കെ ഡിലേ അല്ലേ, അതായത് താമസം വരില്ല. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ താമസം വരാനായുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ വരുന്നൊരു ടോപ്പിക്കാണ് പ്രൈം കോസ്റ്റ്. വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? 2 മാർക്കിന് ചോദിക്കാം. ഇറ്റ് ഈസ് എ ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം കേട്ടോ, ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി കൂട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് കോസ്റ്റ് എന്നും പറയാം. എന്താണ് ബിൻ കാർഡ്? ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കാർഡാണ്. അതായത് ഗോഡൗണിലോട്ട് നമ്മൾ മെറ്റീരിയൽസ് വരില്ലേ, ആ മെറ്റീരിയൽസിൻ്റെ അളവുകൾ നമ്മൾ എഴുതി വെക്കുന്ന ഒരു റെക്കോർഡാണ് ബിൻ കാർഡ്. അതായത് നമ്മുടെ ഗോഡൗണിലേക്ക് എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വന്നു, എത്ര നമ്മൾ എടുത്തു, ഇനി ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ നമ്മൾ എഴുതി വെക്കില്ലേ, അതാണ് ബിൻ കാർഡ്. അതിന് സ്റ്റോക്ക് കാർഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഏതൊരു സമയത്ത് നമ്മുടെ സ്റ്റോക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ എത്രത്തോളം പർച്ചേസ് ഇനി ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം നടപ്പിലാക്കാൻ വളരെ എളുപ്പമാണ്. പ്രോപ്പറായുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും. എഫക്റ്റീവ് സ്റ്റോഴ്സ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇനി ഇതേപോലെയുള്ള മറ്റൊരു ഡോക്യുമെൻ്റാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോഡൗണിലുള്ള മെറ്റീരിയലിൻ്റെ അളവ് മാത്രമല്ല അതിൻ്റെ പ്രൈസും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും നമ്മുടെ ഡിഫറൻസ് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, ബിൻ കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ബിന്നിലായിരിക്കും, ആ റാക്കിലായിരിക്കും. സ്റ്റോഴ്സ് ലെഡ്ജർ ഓഫീസിലായിരിക്കും ആ ബുക്ക് വയ്ക്കുക. ഇനി ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. സ്റ്റോഴ്സ് ലെഡ്ജർ കോസ്റ്റ് ക്ലർക്കാണ്. ബിൻ കാർഡിൽ ക്വാണ്ടിറ്റി, അളവ് മാത്രമേ കാണിക്കുള്ളൂ, എത്ര അളവിലുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്ന് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിലാണെങ്കിൽ എന്ത് കാണിക്കും? ക്വാണ്ടിറ്റിയും കാണിക്കും, അതിൻ്റെ വാല്യൂവും കാണിക്കും. ഇനി ബിൻ കാർഡ് ഒരു ഡോക്യുമെൻ്റ് പോലെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. മറ്റേതാണെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡാണ്. റെക്കോർഡിംഗ് ഡോക്യുമെൻ്റ് ആണ് ബിൻ കാർഡ്, പക്ഷേ അത് അക്കൗണ്ടിങ് പരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇനി ബിൻ കാർഡ് കെപ്റ്റ് ഇൻസൈഡ് ദ സ്റ്റോക്ക് റൂം. സ്റ്റോക്ക് റൂമിൻ്റെ അകത്താണ് വയ്ക്കുക, പക്ഷേ മറ്റൊടത്താണെങ്കിൽ സ്റ്റോക്ക് റൂമിൻ്റെ പുറത്താണ് വയ്ക്കുക. ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് റെക്കോർഡ് ചെയ്യും. അവിടെയാണെങ്കിൽ സമ്മറൈസ്ഡ് ട്രാൻസാക്ഷൻ ആയിരിക്കും.
ഇനി എൻട്രീസ് ആർ പോസ്റ്റഡ് വെൻ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ബിൻ കാർഡിൽ എൻട്രികൾ എഴുതുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, മറ്റൊടുത്ത ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എഴുതുക. ഇനി ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ടെക്നിക്സ് ചോദിക്കുകയാണെങ്കിൽ, മെത്തേഡ്സ് ചോദിക്കുകയാണെങ്കിൽ ഇത് 5 മാർക്കിന് ചോദിക്കാം. ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ, ഡബിൾ ബിൻ സിസ്റ്റം, സ്റ്റോക്ക് ലെവല്, എക്കണോമിക് ഓർഡർ ആൻഡ് ക്വാണ്ടിറ്റി, ABC അനാലിസിസ്, VED അനാലിസിസ്, JIT ജസ്റ്റ് ഇൻ ടൈം. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോഴ്സ് കൺട്രോളിൻ്റെ ടെക്നിക്ക്. അതായത് മെറ്റീരിയൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാമെന്നാണ് ചോദിക്കുക. ചിലപ്പോൾ SC ആയിരിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആയിരിക്കും. അതായത് ഇൻവെൻറ്ററി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോഴ്സ് കൺട്രോളിൻ്റെ ടെക്നിക്സോ മെത്തേഡ്സോ ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ഇതിൽ ഓരോന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലുള്ളതാണ് EOQ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ് അർത്ഥം. അതായത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലോട്ട് മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ. അതായത് അധികം കൂടാനും പാടില്ല, അധികം കുറയാനും പാടില്ല. മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഇടില്ല. അപ്പോൾ അതൊക്കെ ലാഭിക്കണ്ടേ? അപ്പോൾ നമുക്ക് സൂക്ഷിക്കാനും പറ്റണം. അപ്പോൾ അങ്ങനെ ഇൻവെൻറ്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന, സാമ്പത്തികപരമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ എത്ര അളവിലാണോ മെറ്റീരിയൽ ഓർഡർ ചെയ്യേണ്ടത്, അതാണ് EOQ. ഇനി ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെസ്റ്റ് കൺട്രോൾ അനാലിസിസ് എന്നാണ് അർത്ഥം. അതായത് ഇൻവെൻട്രീനെ നമ്മൾ ഒരു 3 ഗ്രൂപ്പായിട്ട് മാറ്റും. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, C ഗ്രൂപ്പ്. എയിലാണെങ്കിൽ നമ്മൾ കുറച്ച് അളവിലെ മെറ്റീരിയൽ വാങ്ങുള്ളൂ, കുറച്ച് മൂല്യം കൂടിയ മെറ്റീരിയൽ ആയിരിക്കും. ബിയിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വാങ്ങി വയ്ക്കും, കുറച്ചും കൂടെ മൂല്യം കുറവായിരിക്കും. സിയിലാണെങ്കിൽ ഏറ്റവും വാല്യൂ കുറഞ്ഞ സാധനമായിരിക്കും, പക്ഷേ കൂടുതൽ മേടിച്ച് വയ്ക്കും. അതാണ് ABC അനാലിസിസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ കോസ്റ്റ് കൺട്രോള്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് അത് യൂസ് ചെയ്യാം, അതുപോലെ ക്ലറിക്കൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും, സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും, ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാം. ഇതുപോലുള്ള മറ്റൊരു ടെക്നിക്കാണ് VED അനാലിസിസ്. V എന്ന് പറഞ്ഞാൽ വൈറ്റൽ, E എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ, D എന്ന് പറഞ്ഞാൽ ഡിസൈറബിൾ. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. സാധാരണ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് സ്പെയർ പാർട്സ് കമ്പനിക്കാരാണ് കേട്ടോ. ഇത് JIT ജസ്റ്റ് ഇൻ ടൈം. നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ആവശ്യമുള്ള മെറ്റീരിയൽ മാത്രം നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് ജസ്റ്റ് ഇൻ ടൈം. അതിന് ഒബ്ജക്റ്റീവ്സ് ഇൻവെൻട്രീസ് റെഡ്യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും, സ്പേസ് യൂട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, സെറ്റപ്പ് ടൈം റെഡ്യൂസ് ചെയ്യാം, ലോഡ് ടൈം റെഡ്യൂസ് ചെയ്യാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് JITയുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി അഡ്വാൻറ്റേജ് ചോദിച്ചാലും സെയിം തന്നെ ചെയ്താൽ കേട്ടോ. ഇനി കുറേയധികം സ്റ്റോക്ക് ലെവൽസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് റീ ഓർഡർ ലെവൽ. റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഒരു ഇത്ര ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ കൊടുക്കണം. അത് എത്ര അളവിൽ ഓർഡർ കൊടുക്കണം എന്നുള്ളതാണ് റീ ഓർഡർ ലെവൽ. ഇനി സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം ലെവലിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് പറയുക. അതായത് മിനിമം നമ്മളൊരു സ്ഥാപനത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട മെറ്റീരിയലിൻ്റെ അളവാണ് മിനിമം സ്റ്റോക്ക് ലെവൽ. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ മാക്സിമം ഇത്ര അളവിൽ മാത്രമേ മെറ്റീരിയൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യരുത്. അതാണ് മാക്സിമം ലെവൽ. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമത്തിനേക്കാൾ താഴോട്ട് പോവുക. അതായത് ഇനിയും മെറ്റീരിയൽ താഴെ പോയാൽ നമ്മൾ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നടക്കില്ല. അതാണ് ഡേഞ്ചർ ലെവൽ കേട്ടോ. അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മെറ്റീരിയൽസ് നമ്മൾ ഗോഡൗണിൽ നിന്ന് എടുക്കുമ്പോൾ പല പല മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. FIFO മെത്തേഡ് ഉണ്ട്. FIFO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം നമ്മൾ റിസീവ് ചെയ്ത മെറ്റീരിയൽ ആദ്യം പ്രൊഡക്ഷന് വേണ്ടി എടുക്കണം. അതിൻ്റെ പ്രോബ്ലം പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വെയർ ഹൗസിൻ്റെ സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ, സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്, മിനിമത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ FIFO മെത്തേഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജും പഠിക്കുക. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. അടുത്ത LIFO ആണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അതായത് അവസാനം വാങ്ങിയ മെറ്റീരിയലിലെ നമ്മൾ അവസാനം ഗോഡൗണിലോട്ട് വാങ്ങിയ മെറ്റീരിയൽ നമ്മൾ ആദ്യം എടുക്കുക. അതാണ് LIFO മെത്തേഡ്. അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുക, ഡിസഡ്വാൻറ്റേജ് നോക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മുടെ ലേബർ എന്ന് പറയുന്നത് മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3 ലേബർ. ലേബറിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ പഠിക്കുക. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് നേരിട്ട് വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ ഒരു ജോബിൽ വരുന്ന ലേബറാണ് ഇൻഡയറക്റ്റ് ലേബർ. ഈ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആ വേതനം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ ഇല്ലേ, അതാണ് ലേബർ കോസ്റ്റ്. ഈ ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ലേബർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതാണ് ലേബർ കോസ്റ്റ്. ഈ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ലേബറിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം മിനിമൈസ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് കൺട്രോള്, ലേബർ ടേൺ ഓവർ കൺട്രോൾ ചെയ്യുക, ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ത് ചെയ്യുക, അതിന് സഹായിക്കുക, പ്രോഫിറ്റബിലിറ്റി കൂട്ടുക. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയേണ്ടത്. ലേബർ കോസ്റ്റ് കൺട്രോളിന് കുറേ ടെക്നിക്കലുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ.
അടുത്താണ് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിംഗ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി, ഒരു തൊഴിലാളി നമ്മുടെ സ്ഥാപനത്തിലോട്ട് വരുന്ന സമയവും പോകുന്ന സമയവും, ടൈം ഓഫ് അറൈവൽ ആൻഡ് ടൈം ഓഫ് ഡിപ്പാർച്ചർ, അത് എഴുതി വെക്കുന്ന ബുക്കാണ് ടൈം കീപ്പിംഗ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് സാലറി കാൽക്കുലേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഡിസിപ്ലിൻ ഉണ്ടാവും, അറ്റൻഡൻസ് കറക്റ്റായിട്ട് പോകും, ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ടൈം കീപ്പിംഗ് പല മെത്തേഡ് ഉണ്ട്. മാനുവൽ മെത്തേഡ് ഉണ്ട്. മാനുവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കില്ല, വെറുതെ എഴുതി വെക്കില്ലേ അറ്റൻഡൻസ് രജിസ്റ്ററിലോ അല്ലെങ്കിൽ ഡിസ്കോർ ടോക്കണിലോ എഴുതി വെക്കുക. ഇനി മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് പോലൊരു സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ഡയൽ ടൈം റെക്കോർഡർ, അങ്ങനെ കുറേയധികം മെത്തേഡ്സ് ഉണ്ട്. അടുത്താണ് ടൈം ബുക്കിംഗ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതല്ല. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ തൊഴിലാളി എത്ര സമയം ജോലി ചെയ്യുന്നു. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഫാക്ടറിയിലോട്ട് കയറി ലാസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയമില്ലേ, അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം കീപ്പിംഗ്. ടൈം ബുക്കിംഗ് അങ്ങനെയല്ല. ഈ ഫാക്ടറിയിലോട്ട് കയറി കഴിഞ്ഞാൽ, ഗേറ്റിൽ നിന്ന് ഫാക്ടറി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് കുറേ നടക്കാനുണ്ടാവും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലേ, അപ്പോൾ അതൊക്കെ അവിടെ വേസ്റ്റേജ് ആയി പോകും. പക്ഷേ ടൈം ബുക്കിംഗ് അങ്ങനെയാണ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ബൈ ദ വർക്കറാണ് ഓൺ ഡിഫറെൻറ്റ് ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആ എംപ്ലോയി എടുക്കുന്ന സമയമില്ലേ ആ ജോലി ചെയ്യാൻ, അതാണ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് പോലെയാണ്, വരുന്ന സമയം പോകുന്ന സമയം റെക്കോർഡ് ചെയ്യുക. ടൈം ബുക്കിംഗ് ജോലി ചെയ്യുന്ന സമയം മാത്രം റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ഓരോ വർക്കറും എത്ര സമയം എടുത്തു, ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുക, അൺപ്രൊഡക്റ്റീവ് ടൈം, ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ വെറുതെ കളയുന്ന സമയം എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൽ എഫിഷ്യൻസി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെയും ഇതിന് പല പല മെത്തേഡ് ഉണ്ട്. ഡെയിലി ടൈം ഷീറ്റ് ഉണ്ട്, വീക്ക്ലി ടൈം ഷീറ്റ് ഉണ്ട്, ജോബ് കാർഡ് ഉണ്ട്. ടൈം കീപ്പിങ്ങിന് ടൈം ബുക്കിങ്ങിന് ചിലപ്പോൾ ഡിഫറൻസ് 5 മാർക്കിന് ചോദിക്കാം. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് ആണ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റെക്കോർഡ് ഓഫ് വർക്ക്, ടൈം ഓഫ് വർക്കേഴ്സ്, ഓരോ വർക്കേഴ്സും ജോലി ചെയ്തിരുന്ന സമയം റെക്കോർഡ് ചെയ്യുക. ഇത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, അത് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി. ഇത് ടൈം റെക്കോർഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈം കീപ്പറാണ്, അത് ഡിപ്പാർട്ട്മെൻറ്റൽ സൂപ്പർവൈസറാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് വേജ് കാൽക്കുലേഷനാണ്, അത് എത്രത്തോളം വേജ് കൊടുത്തു എന്ന് പ്രോപ്പറായിട്ട് അറിയാനാണ്. ഇത് പ്രിപ്പറേഷൻ ഓഫ് പേറോൾ ഉണ്ടാക്കാനാണ് സഹായിക്കുക, അത് കോസ്റ്റ് ഓഫ് ജോബ് കണ്ടെത്താൻ സഹായിക്കും. അടുത്ത മെറിറ്റ് റേറ്റിംഗ് വരുന്നുണ്ട്. മെറിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് AMS ഇവാലുവേറ്റ് ചെയ്യുന്ന വർക്കർ അല്ലേ, വർക്കേഴ്സ് ആക്ച്വലി പെർഫോമിങ് ദ ജോബ്. ഒരു ജോലിയിൽ ഓരോ തൊഴിലാളികളും പെർഫോം ചെയ്തത് വിലയിരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മെറിറ്റ് റേറ്റിംഗ്. അടുത്ത വേജസ് അബ്സ്ട്രാക്ട്. പേറോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡീറ്റെയിൽ ഓഫ് വേജ് പേയബിൾ ടു ദ വർക്കർ. വർക്കറിന് കൊടുക്കേണ്ട വേതനം എഴുതി വെക്കുന്ന, ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഷീറ്റാണ് വേജ് ഷീറ്റ് അല്ലെങ്കിൽ പേറോൾ എന്ന് പറയാം. മസ്റ്റ് റോൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ വരുന്ന സമയം പോകുന്ന സമയം എഴുതി വയ്ക്കുന്നതാണ് കേട്ടോ. ഇനി വേജ് പേയ്മെൻറ്റ് നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ഒരാൾക്ക്, ഒരു തൊഴിലാളിക്ക് വേതനം കൊടുക്കാം. ടൈം റേറ്റ് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, പീസ് റേറ്റ് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, 3 ഇൻസെൻറ്റീവായിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ 3 സിസ്റ്റമാണുള്ളത്. ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര സമയം വർക്ക് ചെയ്തു, അപ്പോൾ ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക ടൈം റേറ്റ്. അത് അവർലി ആവാം, ഡെയിലി ആവാം, വീക്ക്ലി ആവാം, മന്ത്ലി ആവാം. അതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഈസിയാണ്, ഗ്യാരണ്ടീഡ് മിനിമം കിട്ടും. ജോലി ചെയ്തില്ലെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ല, സൂപ്പർവിഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, അതുപോലെ തന്നെ വർക്ക് വളരെ സ്ലോ ആയിരിക്കും അല്ലേ. ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ പീസ് റേറ്റ് അങ്ങനെയല്ല. പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിൻ്റെ അനുസരിച്ചേ നമുക്ക് വേജ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വർക്കേഴ്സ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ കൂടും, അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടും കമ്പനിക്ക്. ഐഡിയൽ ടൈം കുറവായിരിക്കും, വെറുതെ ഇരിക്കുന്ന സമയം കുറവായിരിക്കും. ഇതൊക്കെയാണ് അതിന് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഇതൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ മിനിമം വേജ് കിട്ടാൻ ചാൻസ് ഇല്ല, വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ മിനിമം വേജ് അവിടെ കിട്ടില്ല. അപ്പോൾ ഇതിൽ കുറേയധികം പ്ലാനുകൾ പറയുന്നുണ്ട്. ഹാൽസേ പ്രീമിയം പ്ലാൻ ഉണ്ട്, അതുപോലെ റൊവാൻ പ്ലാൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം പഠിക്കണം കേട്ടോ. ചിലപ്പോൾ 5 മാർക്കിനോ 10 മാർക്കിനോ പ്രോബ്ലം ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രോബ്ലം 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഐഡിയൽ ടൈം. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ വെറുതെ കളയുന്ന സമയമാണ് ഐഡിയൽ ടൈം. വർക്ക് ചെയ്യാതെ വെറുതെ കളയുന്ന സമയം ഐഡിയൽ ടൈം. നോർമലുണ്ട്, അബ്നോർമലുണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴും സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക്, ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് ബ്രേക്ക് തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വെറുതെ സമയം കളയല്ലേ, വർക്ക് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അത് നോർമലി അത് എല്ലാ കമ്പനികളിലും ഉള്ളതാണ്. അതാണ് നോർമൽ ഐഡിയൽ ടൈം. അബ്നോർമൽ പ്രതീക്ഷിക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വെറുതെ ഇരിക്കുന്ന സമയം, ഇപ്പോൾ സ്ട്രൈക്ക് വരിക, പവർ ഫെയിലിയർ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത്രയും സമയം ജോലി ചെയ്യാൻ പറ്റില്ല. അതാണ് അബ്നോർമൽ ഐഡിയൽ ടൈം. ഇനി ഓവർ ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ വർക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്താൽ അത് ഓവർ ടൈമാണ് കേട്ടോ. ഇനി അടുത്ത ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. അതൊക്കെ ഓൾറെഡി നിങ്ങൾ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. MHR എന്ന് പറഞ്ഞാൽ മെഷീൻ അവർ റേറ്റ് ആണ്. ഇറ്റ് മീൻസ് ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മെഷീൻ പെർ അവർ. ഒരു മെഷീനറി 1 മണിക്കൂർ റൺ ചെയ്യാൻ, പ്രവർത്തിപ്പിക്കാൻ വരുന്ന കോസ്റ്റിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുക. പഠിച്ചിട്ട് പോവുക, 2 മാർക്കിന് ചോദിക്കും. ചിലപ്പോൾ MHR എന്നായിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. ഈ ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ. ടെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ
ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് വരുന്നു മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനെയാണ് ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ എന്ന് പറയാം. ഇനി ക്ലാസിഫിക്കേഷൻ ഓവർ ഹെഡാണ്, അത് നമുക്ക് അടുത്ത ചാപ്റ്ററിലാണ് വരുന്നത്. നമുക്ക് അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്